ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ. കൂട്ടുകാരുടെ എക്സാമിലെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കാം. ഒരു പോയമോ സ്റ്റോറിയോ എന്തെങ്കിലും തന്നതിന് ശേഷം അത് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്യാനായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദി ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പോയമാണ്. വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. I flew my kite so high today, it danced and swayed, then flew away. The clouds were white, the breeze was light, my kite soared with joy and delight. It dipped and rose a tiny dot, I ran and laughed, I ran a lot. I held the string tight and felt so proud, as it waved gently among the cloud. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദി കൈറ്റ്? ആൻസർ, ഫ്ലോ ഇറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ വെദർ ലൈക്ക് ഡ്യൂറിംഗ് ദ കൈറ്റ് ഫ്ലൈയിങ്? ആൻസർ, ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദി പോയം? ആൻസർ, ദ മൂഡ് ഓഫ് ദി പോയം ഈസ് ജോയ്ഫുൾ ആൻഡ് ഹാപ്പി. Fourth question, find out a pair of rhyming words from the poem. Answer, high, sky, away, sway, dot, lot, proud, cloud. ഏതെങ്കിലും ഒരു പേർ കൂട്ടുകാർ എഴുതിയാൽ മതി കേട്ടോ. ഒരു മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ആൻസർ, ഡിലൈറ്റ്. നെക്സ്റ്റ് നോക്കിയ ആക്ടിവിറ്റി സെക്കൻഡ്, പിക്ചർ സ്റ്റോറി. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഡെവലപ്പ് എ സ്റ്റോറി ഫ്രം ദം. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് ചോദിക്കാം. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറി ആക്കാനോ അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് എഴുതാനോ ചോദിച്ചേക്കാം. ഇവിടെ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം കേട്ടോ. ആൻസർ നോക്കി. One day a little girl went for a walk in the park. She saw a kitten on a tree. The kitten was afraid to come down. The girl went to near the tree and gently picked up the kitten. She held in it her arms and smiled. The kitten felt safe and purred softly. The girl took the kitten home and took good care of it. They became the best of friends. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് പിക്ചർ തന്നിരുന്നാൽ സ്റ്റോറി എഴുതാൻ ചോദിച്ചാൽ എഴുതാം കേട്ടോ. നെക്സ്റ്റ് നോക്കി ആക്ടിവിറ്റി തോട്ട്സ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ടു ആക്ടിവിറ്റീസ് ബിലോ. ഇവിടെ 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കൂട്ടുകാരെ എഴുതിയാൽ മതി. ഞാനിവിടെ 2ൻ്റെ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കി. മിസ്റ്റർ റക്കൂൺ ടുക്ക് ചെസ്റ്റർസ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് his tiny fingers into a pan. Leaning forward, she kissed Chester right in the middle of his palm. Chester was very happy. What will the Chester Raccoon's thoughts at that time? Right, Chester's thoughts. Chester's thought എന്തൊക്കെയാണെന്ന് കൂട്ടുകാരൊന്ന് എഴുതാം. I am so happy Mr. Raccoon loves me so much. She is kind and affectionate. I love her too. Next, B. Okay, the little train tried best, but her wheels wouldn't turn. The clown and all the animals jumped out to help her. They pushed and pushed, but the little train couldn't move. She was very sad. She began to think. അപ്പോൾ ട്രെയിൻ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അത് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ഹർ തോട്ട്സ്? റൈറ്റ് ഹർ തോട്ട്സ്. അവളുടെ ചിന്തകൾ എന്താണ് അത് എഴുതിക്കോളൂ. I tried so hard, but I still can't move. My friends are helping me. I won't give me. I will try again with all my might. ഇതുപോലെ തോട്ട്സ് എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ എഴുതുക. നെക്സ്റ്റ് നോക്കി ആക്ടിവിറ്റി 4, ക്രോസ് വേർഡ് പസിൽസ്. പസിൽ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിച്ചേക്കാം.
അപ്പോൾ അതും കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. റീഡ് ദി ഹിൻസ് ഗിവൻ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദി ക്രോസ് വേർഡ് പസിൽ. ഇവിടെ പസിൽസിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ആൻസർ കൂട്ടുകാർ തയ്യാറാക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയ കൂട്ടുകാരെ, ദ സൺ ആൻഡ് സ്റ്റാർസ് ഡു ദിസ് ഇൻ ദി സ്കൈ. ആൻസർ എന്താ? ഷൈൻ. എഴുതിക്കോളൂ. സെക്കൻഡ് ബി, എ പാത്ത് വെയർ ട്രെയിൻസ് റൺ. ആൻസർ ബി, ട്രാക്ക്. സി, എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്. ആൻസർ ക്ലൗൺ. ഡൗൺ, താഴേക്ക് വരുന്നതാണ്. അടുത്ത് നോക്കിയേ. ഡി, ദ പ്ലേസ് വെയർ യു ക്യാച്ച് എ ട്രെയിൻ. ആൻസർ സ്റ്റേഷൻ. ഇ, എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ എ ഗേൾ. ആൻസർ ഡോൾ. അപ്പോൾ കൂട്ടുകാർ പസിൽ എഴുതാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, കോൺവെർസേഷൻ. അറ്റംപ്റ്റ് എനി വൺ ഓഫ് 2 ആക്ടിവിറ്റീസ് ബിലോ. നോക്കിയ കൂട്ടുകാരെ, 2 ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയാവുന്നതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓരോന്ന് വായിച്ചു നോക്കാം. A question, you are your old friend Rohan of the 5th class. Suggest 4 ideas to encourage your friend betterment both in goodness and manners. Okay, complete the conversation between Rohan and you. You, hi Rohan, how are you? Rohan, I'm fine, thank you. You, I have some ideas for you. എൻകറേജ് ചെയ്യാനുള്ള 4 സജസ്റ്റ് ആണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ്, സ്റ്റഡി റെഗുലർലി ആൻഡ് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്. Second, speak politically and respect your elders. Third, keep your things tidy and be on time. Fourth, help others and always tell the truth. Rohan, thank you, I will follow this എന്ന് പറയും. നെക്സ്റ്റ് നോക്കി ബി ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ക്ലാസ് പാർട്ടി ഡേ അറ്റ് സ്കൂൾ. You acted as the class leader. Complete the conversation between cheer and you. Answer നോക്കി. cheer. Hello, leader, may I come in? Leader, yes, please come in. Cheer, thank you. Leader, please take your seat. Cheer, thank you. Leader, enjoy the party. അപ്പോൾ ഇതുപോലെ കോൺവെർസേഷൻ എഴുതാനും കൂട്ടുകാർ പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കി ആക്ടിവിറ്റി 6, എഡിറ്റിംഗ്. എഡിറ്റിങ്ങും കൂട്ടുകാരുടെ എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. നോക്കിയേ, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. യെസ്റ്റർഡേ വി വിസിറ്റഡ് a zoo, we saw a pride of lion and a look of birds, we enjoyed a lot. Okay, കൂട്ടുകാരെ, ആൻസർ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. യെസ്റ്റർഡേ വി വിസിറ്റഡ് എ സൂ, വി സോ എ പ്രൗഡ് ഓഫ് ലയൺസ് ആൻഡ് എ ലോട്ട് ഓഫ് ബേർഡ്സ്, വി എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ എഡിറ്റിംഗ് തന്നാലും എഴുതാനായിട്ട് പഠിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കിയത്. വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. പാസേജ് തന്നിരുന്നാൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ ചിത്രങ്ങൾ തന്നിരുന്നാൽ സ്റ്റോറി ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനായിട്ട് പസിൽസ്, ആഡ് മോർ ലൈൻസ്, കൺവെർസേഷൻ, ലെറ്റർ, നോട്ടീസ്, ഇതൊക്കെ കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്